ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വിഭവർഷസമുദ്രാണാം ഗിരിന്നദ്യുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്ഥിതിഃ. ദ്യൂപാംബുധീഗിരി വർഷങ്ങൾ ഗംഗാദിയാപക സന്തോഹമെന്നിവറ്റിൻ സ്ഥിതി. ജ്യോതിശ്ചക്രത്തിൻ സ്ഥിതിയും നരകവും പാതാളവും പഞ്ചമത്തിൽ വർണ്ണിച്ചിതു. ദക്ഷജന്മ പ്രജേതോഭ്യസ്തത്പുത്രീണാം ച സന്തതിഃ യദോ ദേവാസുരനരാസ്ഥിര്യങ് നഖഖാധയഃ. പിന്നെ പ്രജേതസ്സുകളിൽ ഉദ്ഭൂതനായി വന്ന ദക്ഷൻ്റെയും തൽപുത്രിമാരുടെ സന്തതി സഞ്ജയത്തിൻ്റെയും വർണ്ണനം. അന്തമെന്നേ പിന്നെയക്കൂട്ടരിൽ നിന്നു ദേവാസുര നര തിര്യവിഹകങ്ങളും ഉർവീരുഹാദിയുമുണ്ടായി വന്നതും. ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ചദ്ദിദേർദ്വിജാഃ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മനഃ. വൃത്രാസുരോത്പത്തിയും തന്നിധാനത്തെയും ഷഷ്ടമാം സ്കന്ധത്തിൽ വർണ്ണിച്ചിരിപ്പതേ. പിന്നെ ധിതിസുതരാം ഹിരണ്യാക്ഷനും മന്നൻ ഹിരണ്യകശിപുവുമായിടും. ദൈത്യാധിപരുടെ വൃത്തവും പ്രഹ്ലാദഭക്തോത്തമൻ തൻ ചരിതവുമേഴിലാം. മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരശ്ച വിഷ്ണോർഹയശിരാദയഃ. കൗർമം ധാന്വന്ധരം മാത്സ്യം വാമനം ച ജഗത്പദേഃ ക്ഷീരോദമദനം തദ്വദമൃതാർത്ഥേ ദിവൗകസാം. മന്വന്തരചരിതങ്ങൾ ഗജാധിപൻ തന്നുടെ മോചനം. മന്വന്തരങ്ങളിൽ പൂണ്ടുള്ളതാം അവതാരം ഹയഗ്രീവനുണ്ടായതുമഥ. കൂർമ്മവും മത്സ്യവും വാമനം ധാന്വന്തരം അവതാരങ്ങൾ ശ്രീമഹാവിഷ്ണു ഭഗവാനി എന്നതും. ചെമ്മേ സുരർക്കമൃതത്തിനു പാലാഴി തന്മഥനം ദേവദാനവയുദ്ധവും അഷ്ടമസ്കന്ധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. കേട്ടുകൊൾകിന്നീ നവമത്തിലുള്ളതും. ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മത്തദ്വംശഃ ശുദ്ധ്യുമ്നസ്യ മഹാത്മനഃ. ഇളോഭാഖ്യാനമത്രോക്തം താരോഭാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം ശശാധാദ്യാനൃകാദയഃ. ദേവാസുരമഹായുദ്ധവും രാജവംശങ്ങൾ തൻ വർണ്ണന. ഇക്ഷ്വാകുഭൂജാനിതഞ്ജനി തദ്വംശവും തഥാ സുദ്യുമ്നനെന്ന മഹാത്മാവിള എന്നൊരുത്തമ സ്ത്രീയായി ഭവിച്ച ചരിത്രവും. സൂര്യവംശോൽപ്പത്തി താരാചരിത്രവും നേരെ ശശാദ നൃഗമുഖവൃത്തവും. സൗകന്യം ചാദശര്യാദേഃ ഖഗുൽസ്തസ്യ ച ധീമതഃ ഗഡ്വാംഗസ്യ ച മാന്ധാതുഃ സൗഭരേ സഗരസ്യ ച. രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം കിൽബിഷാവഹം നിമേരംഗഃ പരിത്യാഗോ ജനകാനാം ച സംഭവഃ. ശര്യാദിതൻ കഥ തൽസുതയായിടും മയ്യേൽ മിഴിയാം സുകന്യതൻ വാർത്തയും. ബുദ്ധിമാനായ ഖഡ്വാംഗനും സൗഭരി തത്ര മാന്ധാതാവു താനും സഗരനും. കോസലേശൻ രാമൻ എന്നിവർ തന്നഖനാശനമാകിയ സച്ചരിതങ്ങളും. പിന്നെ നിമി നൃപൻ ദേഹം ത്യജിച്ചതും ധന്യജനക നൃപാല ചരിത്രവും. രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവഃ ഐളസ്യ സോമവംശസ്യ യയാധേർനഹുഷസ്യ ച. ഭാർഗവരാമൻ ധരണിയെ യക്ഷത്രയാക്കിയതും സോമവംശസംജാതരാം. ധന്യൻ പുരൂരവസ്സം നഹുഷാഖ്യനാം മന്നൻ യയാതി ഇവരുടെ വൃത്തവും.
दौष्यन्धिर्भरतस्यापि शन्दनोस्तल्सुतस्य च ययाधिर्ज्येष्ठपुत्रस्य यदोर्वंशोऽनुकीर्तितः ദുഷ്യന്തപുത്രൻ ഭരതനും ശന്തനൂതൻ സുതൻ ഭീഷ്മർ യയാതിതൻ പുത്രരിൽ ജ്യേഷ്ഠൻ യദു വംശരീവർക്കെഴും വൃത്തങ്ങളും നവമത്തിൽ വർണ്ണിച്ചിതു. यत्रावतीर्णो भगवान् कृष्णाख्यो जगदीश्वरः वसुदेवगृहे जन्म ततो वृद्धिश्च गोकुले तस्य कर्माण्यभाराणि कीर्तिदान्यसुरद्विषः पूधनासुभयपानं शगडोच्चाडनं शिशोः तृणावर्तस्य निष्पेक्ष तदैव भगवत्सयोः धेनुगस्य सह भ्रातुः प्रलम्बस्य च संक्षयः. വൃഷ്ണിവംശത്തിൽ ജഗദീശ്വരൻ വിഷ്ണു കൃഷ്ണനാമത്തിൽ വസുദേവൻ തന്നെ മന്ദിരം തന്നീലവതാരമാർന്നതും നന്ദഗോഷ്ഠത്തിൽ വസിച്ചു വളർന്നതും അഭഗവാൻ തന്ന അപാരമാം ലീലകളെ പേരും അദ്ദശമത്തിൽ ഉൾപ്പെട്ടിടും. പൂതനാ പ്രാണൻ മുലപ്പാലിനോടൊത്തു മോദിച്ച കുഞ്ഞായ നാളിൽ കുടിച്ചതും ഉന്നതനാമ ശകടാസുരനെയും പിന്നെ തൃണാവർത്തനെയും ഭഗനെയും വത്സാസുരൻ തന്നെയും ധേനുകനെയും തത്സോദരനൊത്തു സംഹരിച്ചുള്ളതും. गोभानां च परित्राणां दावाग्ने परिसर्पदः दमनं काളിയസ്യാഹേർമഹാഹേർനന്ദമോക്ഷണം. ചുറ്റിലും വ്യാപിച്ച ദാവാഗ്നിയിൽ നിന്നു പെട്ടെന്നു ഗോപവൃന്ദത്തെ രക്ഷിച്ചതും കാളിയദർപ്പം ഹരിച്ചുള്ളതും മഹാവ്യാളത്തിൽ നിന്നു രക്ഷിച്ചതും നന്ദനെ. ശ്രീഹരയേ നമഃ.